നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലേന്ദ്രനും ഗോവർദ്ധനും ഭയങ്കര ചർച്ചയിലാണ്. ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, അലീന ഇവിടുന്ന് പോകുന്നുള്ള കാര്യം ഉറപ്പായി ബാലേന്ദ്രന്. അപ്പൊ അവളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു യാത്ര പോകണം. അപ്പൊ ഗോവർദ്ധനോടും കൂടെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാലേന്ദ്രന്റെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ട്. ബാലേന്ദ്രൻ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം നീലഗിരിക്കും കൂനൂർക്കും ഒക്കെയാ. കാരണം അവിടെ ചെന്നാലോ പല സത്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ബാലേന്ദ്രന്റെ മനസ്സിലെ ചിന്ത വേറൊന്നുമല്ല, ഈ പറയുന്ന അലീനയുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ ഗംഗാധരൻ അറിയായിരിക്കും. സ്റ്റാലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അലീനയെ വെറുതെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റില്ല. സേഫ് ആയിട്ടുള്ള കൈകളിൽ വേണം ഇറക്കി വിടാനായിട്ട്. ഗോവർദ്ധന് പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അലീനയുടെ അമ്മ വൈജിയാന്നുള്ള കാര്യങ്ങളൊന്നും ഗോവർദ്ധൻ അറിയത്തില്ല. ഗോവർദ്ധനോട് തന്നോടൊപ്പം ഒരു യാത്ര വരണമെന്നോ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല പുനലൂർക്കും പോവാനൊക്കെ ഉണ്ട്. ഗോവർദ്ധനെ സമ്മതിച്ചു, പോവാന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗോവർദ്ധനം പറഞ്ഞു, അല്ല ബാലേട്ട, അലീന പോയി കഴിയുമ്പോൾ ബാലേട്ടന് വിഷമാവില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ. തനിക്കറിയാലോ ഗോവർദ്ധന, ഈ കുടുംബത്തെ ഇപ്പം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്ന്? അത് അലീനയാണ്. അവൾ ഈ വീട് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെനിക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ ചില നഷ്ടങ്ങളൊക്കെ നമ്മൾ സഹിച്ചല്ലേ മതിയാവുള്ളൂ. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും കൂടെ നമ്മൾ നോക്കണം. പിന്നെ അവൾ വന്നുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഇത്രയും നാളും എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നിർത്തി. അപ്പോഴേക്കും ഗോവർദ്ധന് കാര്യം മനസ്സിലായി. കാരണം അലീന ഈ വീട്ടിലുള്ളതുകൊണ്ട് ബാലേന്ദ്രൻ ഒന്നും അറിയേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ബാലേന്ദ്രൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെ, നമ്മൾ ഈ യാത്ര പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അറിയാലോ എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി. ഒരു യാത്ര പോകുന്നു, അത്ര മാത്രം. കൂടുതലായിട്ടൊന്നും അലീനയോട് ആരോടും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അലീന ചായയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളെ ചായ എന്ന് പറഞ്ഞു. ഗോവർദ്ധനൻ ചോദിച്ചു, അല്ല അലീന ഇവിടുന്ന് പോകുകയെന്ന് കേട്ടല്ലോ. പോവാതിരിക്കാൻ പറ്റില്ല അങ്കളെ, പോകണമെന്ന് പറഞ്ഞു. അല്ല പോകണം നിർബന്ധമാണോ? പോകണം. ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഒരു പക്ഷെ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വൈജ മാഡം ഇങ്ങോട്ടേക്ക് വരില്ല. മാഡം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഞാനിവിടുന്ന് പോകണമെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചേ. അല്ല പെട്ടെന്ന് എന്ത് പറ്റി അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നേ? അച്ഛനുമായിട്ട് എന്തോ വലിയ ചർച്ചയിലായിരുന്നു തോന്നല്ലോ. അതെ, ഒരു യാത്ര പോകുന്നുണ്ട് നാളെ. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ബാലേട്ടൻ എന്നെ വിളിച്ചാന്ന് പറഞ്ഞു. യാത്രയോ? അതെ, എനിക്ക് മനസ്സിലായി ഈ യാത്ര. അപ്പോഴേക്കും ഗോവർദ്ധനിച്ചു, അല്ല അതെങ്ങനെ മനസ്സിലായി? എനിക്കറിയാം എന്നെ എവിടെ കൊണ്ടേ ആക്കണം എന്നതിനെക്കുറിച്ച് അച്ഛനിപ്പം ഗഹനമായ ചിന്തയിലായിരിക്കും. ഒരു പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള യാത്രയല്ലേ ഇതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നോട് ബാലേട്ടൻ ചെല്ലാൻ പറഞ്ഞു, ഞാൻ ചെല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആയിക്കോട്ടെ. അച്ഛൻ ഇനി വേറെന്തേലും പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത്? എന്നോട് വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊരു യാത്രയുണ്ട്, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഗോവർദ്ധനം പോകുന്നത്. ഗോവർദ്ധനം പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരുന്നു എല്ലാവരും. പക്ഷേങ്കിൽ ഈ പറയുന്ന ബബിതയുടെ മുഖത്തോ കൃഷ്ണമ്മളുടെ മുഖത്തോ ആരുടെ മുഖത്തൊരു സന്തോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അലീന പോകുക എന്നറിഞ്ഞപ്പോൾ തൊട്ട് അവർക്കെല്ലാം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അങ്ങനെ അലീന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും രോഹിത് പോയി ബാലേന്ദ്രനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ബാലേന്ദ്രൻ വരുന്നു. ഈ സമയത്ത് രോഹിത് പറഞ്ഞു, ആഹാ കൊള്ളാലോ, എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പത്തിന്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് കാണാം. അലീന ചേച്ചി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ആഹാരം എങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന്. അമ്മയല്ലേ, അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമെന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മ വരാൻ വേണ്ടിയിട്ടാ ഇപ്പം അലീന ഇവിടുന്ന് പോകുന്നത്. അല്ലച്ചാ, അച്ഛന് പറഞ്ഞുകൂടെ അലീന ചേച്ചി ഇവിടെ നിൽക്കാനായിട്ട്? അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയെ ഒന്ന് നോക്കി. ആ സമയത്ത് അലീന പറഞ്ഞു, അതെ, ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അമ്മ അവിടെ നിൽക്കേണ്ടവളാണോ? അല്ല, നിങ്ങളുടെ അമ്മ ഈ വീട്ടിൽ നിൽക്കേണ്ടതാ. മാഡം വരണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് പോകുന്നത്. പിന്നെ ഞാൻ പോയെന്ന് വിചാരിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് പോകുന്നൊന്നും അല്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ വരും നിങ്ങളെയൊക്കെ കാണാനായിട്ട്. നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അല്ല അലീന ചേച്ചി കഴിക്കണില്ലേന്ന് ചോദിച്ചു. കഴിക്കണം, എങ്കിൽ ബാലേന്ദ്രൻ പറഞ്ഞു, വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയും പിടിച്ചിരുത്തി അവിടെ. ബാലേന്ദ്രൻ പറഞ്ഞു, ഇനി എല്ലാവരും ഇവിടെ എടുത്ത് കഴിച്ചോളും, ടേബിളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഭവിത പറഞ്ഞു, അത് ശരിയാ,
മുമ്പായിരുന്നെങ്കിൽ ബബിതയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു അലീന വരുന്ന ഇരിക്കുന്നൊന്നും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ബബിതയ്ക്കും ഭയങ്കര വിഷമമുണ്ട്. കാരണം അലീന പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. എല്ലാവരുടെയും മുഖത്തെ ആ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, എന്തിനാ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അതെ, ഒരു നല്ല കാര്യമല്ല എന്ന് നടക്കാനായിട്ട് പോകുന്നേ. അല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നൊരു ജോലിക്കാരിയായിട്ടല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഞാനിവിടെ എല്ലാ കാലത്തും നിൽക്കുമെന്ന്? ഇല്ലല്ലോ. അപ്പം ഇടയ്ക്ക് അടുത്തയാൾ വരും. ഞാൻ പോയി കഴിയുമ്പോൾ ജോലിക്കായിട്ട് ആരെങ്കിലും വരും. മാഡം വന്നു കഴിയുമ്പോൾ ആരെങ്കിലും ഇവിടെ നിയമിക്കും. അപ്പം പിന്നെ നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട. അതുവരെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. സ്വന്തമായിട്ട് ആഹാരം വെച്ചുണ്ടാക്കാൻ പഠിക്കുകയോ ചെയ്തില്ലോ എന്ന് ചോദിച്ചു. കൃഷ്ണമോള് പറഞ്ഞു, അത് ശരിയാ, അലീന ചേച്ചി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചെന്ന് പറഞ്ഞു. അത് മതി. ഇനിയിപ്പോൾ ഒരു നേരം ആരും ഈ വീട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെയാണെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാവുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ബബിതയ്ക്കൊക്കെ അത് കേട്ടാൽ ഭയങ്കര ഒരു സങ്കടം തന്നെയായിരുന്നു. അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീന മുറിയിലേക്ക് വന്നു. അപ്പോഴാണ് മനുവിൻ്റെ കോള് വരുന്ന അലീനയുടെ ഫോണിലേക്ക്. അപ്പോഴേക്കും അലീന എന്താ മനുവേട്ടാ? അതെ, ബബിത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്നോ? ഒന്നും അറിയത്തില്ലാത്ത പോലെ സംസാരിക്കരുത് കേട്ടോ. അല്ല, എന്തിനാ മനുവേട്ടാ? അതെ, അലീന അവിടുന്ന് പോകുകയെന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടുന്ന് പറഞ്ഞു വിടല്ല, മനുവേട്ടനൊന്ന് റെക്കമെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചത്. എന്നിട്ട് മനുവേട്ടൻ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ? നിന്റെ തീരുമാനമല്ലേ, അതിനെ എനിക്ക് എതിർക്കാൻ പറ്റുമോ? നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പോണം നിർബന്ധമുണ്ടോ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇതെന്താ മനുവേട്ടൻ ഒന്നും അറിയത്തില്ലാത്ത പോലെ? ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ മാഡം ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള കാര്യം അറിയാലോ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ വരത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുമല്ലേ. പിന്നെ ഞാനായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എപ്പോഴാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടവളാ. അതുകൊണ്ട് ഞാൻ പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അതെ, നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല. എനിക്കറിയാം മനുവേട്ടാ. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വിളിച്ചു പറയുന്ന, അമ്മയോടും കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അച്ഛനോട് എത്ര പറഞ്ഞിട്ടും അച്ഛനൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല മനുവേട്ടാ. മനുവേട്ടനും കൂടെ അച്ഛനോടൊന്ന് സംസാരിക്കണം. അപ്പോഴേക്കും മനു പറഞ്ഞു, ഞാൻ എന്ത് സംസാരിക്കാനാ? അങ്കിളിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്കിള് വെറുതെ എന്നെ ചീത്ത പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് ആൻറ്റിയോട് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ആൻറ്റിയുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ ഒരുപക്ഷെ വലിയൊരു ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമല്ലോ. അലീന പറഞ്ഞു, അതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് തോന്നില്ല. ഇനിയിപ്പം മനുവേട്ടൻ നിർബന്ധമാണെങ്കിൽ മനുവേട്ടനൊന്ന് സംസാരിച്ച് നോക്ക്. ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ ആകുന്ന വിളിച്ച ഞാൻ 2 ദിവസത്തിനുള്ളിൽ പോയിക്കോളാന്ന് പറഞ്ഞ, എന്നിട്ട് പോലും മാഡം സമ്മതിച്ചില്ല. പിന്നെയാണ് ഇനിയിപ്പം മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ല, അങ്കിളിന് നീ പോകുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അറിയാലോ അച്ഛൻ്റെ കാര്യം. അച്ഛൻ ഇപ്പം തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വെറുതെ എന്നെയും കൂടെ ഇറക്കി വിടില്ല എന്ന് തോന്നേ. എന്നെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കുമെന്ന് എനിക്ക് തോന്നേ. ഉത്തരവാദിത്തപ്പെട്ടെടുത്ത് അതിന് വേണ്ടിയിട്ട് നാളെ എന്തോ ഒരു യാത്രയൊക്കെ ഉണ്ടെന്ന് തോന്നേ. ഗോവർദ്ധൻ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടു. എന്നോട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മനുവേട്ട, ഇല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, അതൊക്കെ പിന്നത്തെ കാര്യം, ഞാൻ നോക്കട്ടെ. എന്താണെങ്കിലും അങ്കിള് പറയാതെ എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മനു നേരെ വൈജയുടെ അടുത്തേക്ക് വന്നു. വൈജയുടെ അടുത്ത് നിന്ന് വൈജയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ല, ആദ്യം അങ്ങോട്ടേ തിരികെ പോകുന്നില്ലേ? ഇനിയിപ്പോൾ അലീനെ പോയിട്ട് മാത്രമേ പോകുള്ളൂ നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതെന്ത് ചോദ്യാ മനു? അവൾ ആ വീട്ടിൽ കാലുകുത്തി അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. അവൾ എന്ന് ആ വീടിൻ്റെ പടി ഇറങ്ങുന്നോ ഇനി അന്നോ ഞാൻ ആ വീട്ടിലേക്കുള്ളൂ. അതുവരെ ഞാൻ ആ വീട്ടിലേക്ക് കാലുകുത്തില്ല. ഇത് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു, ആൻറ്റി ഇതെന്ത് വർത്താനാ പറയണേ? ഒന്നുമില്ലല്ലോ, ആൻറ്റിയുടെ ഭർത്താവും മക്കളൊക്കെ അല്ലേ അവിടെ ഉള്ളത്. ഭർത്താവോ? ബാലേന്ദ്രനോ? ഞാനും ബാലേന്ദ്രനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇപ്പം. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലാന്ന് പറഞ്ഞു. അതെന്താ ആൻറ്റി, നിങ്ങൾ തമ്മിൽ ഡിവോഴ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ലോ? ഡിവോഴ്സും നടന്നിട്ടൊന്നുമില്ല. പക്ഷേ അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല, അധികം വൈകാതെ തന്നെ ഡിവോഴ്സും കാര്യങ്ങളും നടക്കും. പിന്നെ അവൾ ആ വീട്ടിൽ നിന്ന് പോയില്ലേ, ഞാൻ അങ്ങോട്ടേക്ക് പോകാനും പോകുന്നില്ല. ആൻറ്റി ഇതെന്ത് വർത്താനാ പറയണേ? ആൻറ്റിയുടെ 3 മക്കൾ അവിടെയില്ലേ? ആൻറ്റി അതിനെക്കുറിച്ച് ചിന്തിച്ചോ? 3 മക്കള്, അവര് കൊള്ളാം. അവർക്കിപ്പോൾ എന്നെ വേണ്ടല്ലോ. അവർക്കൊരു 2 ഉണ്ടല്ലോ, ഹലീന. അവളാണല്ലോ വെച്ച് വിളമ്പി കൊടുക്കുന്നേ. അവളെ മതിയല്ലോ. ഞാനിപ്പോൾ വെറും കറിവേപ്പില, എന്നെ ആർക്കും വേണ്ട.
അവൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ കൊടുത്ത് എൻ്റെ മക്കളെയും കൂടെ കയ്യിലെടുക്കി വെച്ചിരിക്കുക. ആദ്യം എൻ്റെ ഭർത്താവിനെ, ഇപ്പം എൻ്റെ മക്കളെ. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ഒന്നും കൊടുത്തൊന്നുമല്ല, അതെ സ്നേഹം കൊടുത്തിട്ടാ. അത് ആൻറ്റി മനസ്സിലാക്കാതെ പോയത്. ആൻറ്റി ഒരു കാര്യം ചിന്തിക്കണം. അലീനെ അവിടുന്ന് പോയിട്ടുണ്ടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരിക്കും. പിന്നീട് ഒരിക്കലും ആൻറ്റി ചിന്തിച്ച് കഴിയുമ്പോൾ ആൻറ്റിക്കായിരിക്കും നഷ്ടങ്ങൾ മൊത്തം ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ എനിക്ക് എന്ത് നഷ്ടങ്ങൾ? എടാ, നീ അല്ലെങ്കിലും അവളുടെ ഭാഗത്താന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ നിന്റെ മനസ്സിലിരിപ്പ് അത് അവിടെ വെച്ചാൽ മതി, എൻ്റെ അടുത്ത് ചിലവാകത്തില്ല. പറഞ്ഞു കേട്ടല്ലോ. പിന്നെ അവൾ അവിടുന്ന് പോയാലോ ഞാൻ അവിടേക്ക് പോകത്തുള്ളൂ. പിന്നെ നിന്നെ ഇപ്പം ചിലപ്പോൾ ബാലേന്ദ്രനോ അല്ലെങ്കിൽ അലീന ആയിരിക്കും എന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നതും എനിക്കറിയാം. എന്താണെങ്കിലും അവൾ അവിടുന്ന് പോകാതെ ഞാൻ കാലുകുത്തില്ല എന്ന് പറഞ്ഞു. മനു പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ആൻറ്റിയോട് ഇതിനെക്കുറിച്ചൊരു സംസാരം ഞാനില്ല. പക്ഷേ ഇതിന് ശേഷം വരുന്ന ഭവിഷ്യത്തുക്കളെ ആൻറ്റി അനുഭവിച്ചാൽ മതിയാവുള്ളൂ. അതൊക്കെ ഞാൻ അനുഭവിച്ചോളാം. അതിനുള്ള തൻ്റെ ഇടം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുവിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം ബാലേന്ദ്രന് പോവാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങുക. തലേ രാത്രി ബാലേന്ദ്രൻ്റെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ടായിരുന്നു. അലീനയുടെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഒരു പക്ഷേ അവളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൈകൾ അതായിരിക്കും. അവളെ വെറുതെ ഇറക്കി വിടാതെ ആ കൈകൾ കൊണ്ട് ഏൽപ്പിക്കുവാണെങ്കിൽ അയാളെ കണ്ടെത്തണം എന്നൊക്കെ ഒരു ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെയുള്ള യാത്രയായിരുന്നു ബാലേന്ദ്രൻ്റേത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.